ഏറ്റവും ആദരവുകൾ നിറഞ്ഞ പ്രിയ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മനുഷ്യർ കേവല ജൈവിക പ്രചോദനങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ അധികരിച്ചു വരുന്ന കാലഘട്ടം, വംശീയതയും വർഗീയതയും സമൂഹത്തിൽ പടരുന്ന ദുർലക്ഷണങ്ങൾ കൂടി വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ തന്റെ ജീവിത രീതിയെ ക്രമപ്പെടുത്തുന്ന ഖുർആന്റെ പ്രാധാന്യം പ്രസക്തമാക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ അർത്ഥവും ലക്ഷ്യവും സവിസ്തരം പ്രതിപാദിക്കുന്ന അല്ലാഹു തആലയുടെ ഉത്ബോധനങ്ങളുടെ സമഗ്ര നിർദ്ദേശമാണ് ഖുർആൻ. മാനവരാശിയുടെ ഉത്ഭവവും വികാസവും പരിണാമങ്ങളും ഔദ്യോഗികമായി പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ മാർഗദർശനത്തിന്റെ കഥകൾ പച്ചയായി അനാവരണം ചെയ്യുന്ന പ്രഥമ ഗ്രന്ഥമാണ് ഖുർആൻ. മാനവ നാഗരികതകളെയും പ്രാചീന സമുദായങ്ങളെയും മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കി വിലയിരുത്തുക വഴി ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിപ്പിനെ തന്നെയാണ് ഖുർആൻ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ മനുഷ്യോൽപത്തി മുതൽ പ്രവാചകന്മാരുടെ കാലഘട്ടം വരെയുള്ള എല്ലാ കാലങ്ങളെയും ജനങ്ങളെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ലോകാന്ത്യം വരെ വരാനിരിക്കുന്ന ജനസമൂഹത്തിന് തങ്ങളുടെ ജീവിതം തൗഹീദിന്റെ അർത്ഥതലങ്ങളിൽ ഊന്നി നിന്ന് പൂർണ്ണനിവൃത്തി ചെയ്യാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഖുർആൻ ഒരു വേദഗ്രന്ഥം മാത്രമല്ല, സർവവിജ്ഞാനങ്ങളുടെയും ഒരു സമാഹാരവുമാണത്. ഇസ്ലാമിന്റെ വിജ്ഞാന ശാഖകളായ തസവ്വുഫ്, കർമ്മശാസ്ത്രം മുതലായവക്ക് പുറമെ തത്വശാസ്ത്രം, വൈദ്യശാസ്ത്രം, ചരിത്രം തുടങ്ങി സർവത്ര മേഖലയിലേക്ക് ഖുർആൻ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിന്ത മരവിച്ചിരിക്കുന്ന ലോകത്തെ ചിന്തിക്കാനും അതിനനുസൃതിയായി ജീവിതം ക്രമീകരിക്കാൻ ആഹ്വാനം ചെയ്യുകയും അതിന് യുക്തമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമും അവിടുന്ന് ആരംഭിക്കുന്ന ബനൂ ഇസ്രായേലിയരും ഖുർആനിൽ വലിയൊരു പാഠ്യശാലയാണ്. അവരുടെ കാലത്തെ സാംസ്കാരിക നാഗരിക മാറ്റങ്ങളെയും ധർമ്മ അധർമ്മ വ്യാപനത്തെയും ഖുർആൻ വ്യക്തമായി വിലയിരുത്തുന്നുണ്ട്. ഒരിക്കൽ പത്നി ആയിഷ ബീവിയോട് പ്രവാചകൻ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നായിരുന്നു അവിടുത്തെ മറുപടി. ഖുർആൻ തൗഹീദ് പ്രചരണം തുടങ്ങിയിട്ട് 15 നൂറ്റാണ്ടോളമായി. ഇന്ന് വരെ ഒരു നാട്ടിലും ഒരു മുസ്ലിം പ്രവാചകന്റെ വിഗ്രഹം പോയിട്ട് പ്രതിമ പ്രതിഷ്ഠിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നില്ല. ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളും എല്ലാ നിരീശ്വരവാദികളും പുത്തൻവാദികളും പ്രതിമ പൂജ നടത്തുമ്പോൾ എക്കാലത്തും മുസ്ലിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് ഖുർആൻ ചെല്ലുന്ന മാസ്മരിക സ്വാധീനം ജീവിച്ചിരിക്കുന്നതിന്റെ തെളിവാണ്. ഖുർആൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് ഇന്ത്യയുടെ വാനമ്പാടിയായിരുന്ന സരോജിനി നായിഡു സംസാരിക്കുന്നത്. ഖുർആൻ നീതിയുടെയും സംസ്കാരത്തിന്റെയും പ്രമാണമാണ്. മറ്റൊരു ഗ്രന്ഥവും ഖുർആനിനെ പോലെ ജീവിതത്തിന്റെ മുൻമണ്ഡലങ്ങൾക്ക് പരിഹാരമോ വിശദീകരണമോ സമർപ്പിക്കുന്നില്ല. ലോകത്തിന് മുഴുവൻ വൈകാട്ടിയായി ഗ്രന്ഥം നമ്മെ മാടി വിളിക്കുന്നുണ്ട്. ഗൗരവമായ ചോദ്യങ്ങൾ നിരന്തരം നമ്മോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൽ നമുക്ക് ബാധ്യതയുണ്ട്. നാം ഖുർആനിലൂടെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുക, ഖുർആൻ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.